ആഗോള അയ്യപ്പ സംഗമം 100% വിജയമാണെന്ന് കരുതുന്നവരിൽ ഒരാളാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗോവിന്ദന്റെ പ്രസ്താവന കല്ലുവെച്ച് നുണയാണെന്നാണ് NK പ്രേമചന്ദ്രൻ പറഞ്ഞത്. കാലിയായ കസേരകൾക്ക് മുന്നിലാണ് ചർച്ചകൾ നടന്നത്. എന്നിട്ടും സംഗമം വൻ വിജയമെന്ന് പറയാനുള്ള പലരുടെയും മനക്കെട്ടി സമ്മതിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്, ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഒക്കെ മയമല്ലേ. മാധ്യമങ്ങളൊക്കെ ശൂന്യതയിൽ നിന്നാകാം ഒരുപക്ഷെ ഈ ചിത്രങ്ങളൊക്കെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടാവുക. അയ്യപ്പ സംഗമം പൂർണ്ണ പരാജയമാണ്. ശബരിമലയെ വിവാദ ഭൂമിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും സർക്കാരും പിന്മാറണമെന്ന് RSP നേതാവ് NK പ്രേമചന്ദ്രൻ MPക്ക് പറയാനുള്ളത്. ശബരിമലയെ വിവാദ ഭൂമിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും സർക്കാരും പിന്മാറണമെന്നാണ് RSP നേതാവ് NK പ്രേമചന്ദ്രൻ MPക്ക് പറയാനുള്ളത്. ആഗോള അയ്യപ്പ സംഗമത്തിന് എത്ര കോടി ചിലവഴിച്ചുവെന്ന് സർക്കാർ ജനങ്ങളോട് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമം സർക്കാർ പദ്ധതിയല്ല എന്ന വാദം തെറ്റാണ്. ജനപ്രതിനിധികളെ പരിപാടിക്ക് ക്ഷണിച്ചത് ദേവസ്വം മന്ത്രിയാണ്. സർക്കാർ ഇനി സാമുദായിക സംഗമം ഉടൻ വിളിച്ചു ചേർക്കും. കനകദുർഗയും ബിന്ദു അമ്മിണിയും മല ചവിട്ടിയത് പൊറോട്ടയും ബീഫും കഴിച്ച ശേഷമായിരുന്നു. പിണറായി വിജയൻ പരസ്യമായി അധിക്ഷേപിച്ച തന്ത്രിയെ തന്നെയാണ് ഇന്നലെ വിളക്ക് കൊളുത്താൻ ക്ഷണിച്ചത്. CPIMന്റെ തിരിച്ചടിയുടെ തുടക്കമാകും ആഗോള അയ്യപ്പ സംഗമം. പിണറായി വിജയന് അയ്യപ്പ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പിണറായി പൊതുമാപ്പ് പറയണം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. സെക്രട്ടേറിയറ്റിൽ കൂടാമായിരുന്ന യോഗമായിരുന്നില്ല ഇതെന്നും പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നും NK പ്രേമചന്ദ്രൻ തുറന്നടിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ദൈവവിശ്വാസിയാണ് താനെന്നത് കേട്ട് അഭിമാനം കൊള്ളുന്ന പിണറായി വിജയൻ എന്നും അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. CPIM BJP RSS ബന്ധത്തിനൊരു ഉദാഹരണമാണ് ആഗോള അയ്യപ്പ സംഗമം എന്നും പ്രേമചന്ദ്രൻ വ്യക്തമാക്കുന്നു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസ CPIM BJP കൂട്ടുകെട്ടിന്റെ തെളിവാണ്. യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിക്കുമ്പോൾ VN വാസവന് സന്തോഷമാണ്. പ്രധാനമന്ത്രിയുമായി MP എന്ന നിലയിൽ ചർച്ച നടത്തിയതിനെ വിവാദമാക്കിയവരാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചതെന്നും പ്രേമചന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് ഇതെന്നും തുടക്കം മുതലേ ആക്ഷേപം ഉയരുന്നുമുണ്ട്. ഇരട്ടത്താപ്പ് വിശ്വാസി സമൂഹം ബോധത്തോടെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് നേതാക്കൾ വിശ്വസിക്കുന്നത്. ഇടതുപക്ഷം എന്ന പേര് പറയാനുള്ള ധാർമ്മികത പോലും ഇല്ലാത്ത CPIM പരിപാടിക്കായി ഇതുവരെ ലഭിച്ച നിക്ഷേപമോ ചെലവോ വെളിപ്പെടുത്തിയിട്ടുമില്ല. ശീതീകരിച്ച ജർമ്മൻ മോഡൽ പന്തലും സർവ്വസന്നാഹങ്ങളും സൗകര്യങ്ങളും ഹെലികോപ്റ്റർ യാത്രയും സമ്മേളനങ്ങളും ഒക്കെ നടത്തി പൊടിഞ്ഞ തുകയുടെ കണക്ക് പുറം ലോകം കാണുമോ എന്നതും സംശയകരമാണ്. ജനങ്ങൾ വലയുമ്പോൾ അവർക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ മറന്ന പിണറായി സർക്കാരിന്റെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അടവ് നയമാണ് ഇതെന്ന് മുന്നേ തന്നെ പലർക്കും ബോധ്യമായിട്ടുണ്ട്. നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുമെന്ന് വീമ്പിളക്കുന്ന പ്രസ്ഥാനത്തിലെ കാരണഭൂതന്റെ വോട്ട് മാർഗം തേടിയുള്ള ഗതികേടിനെയാണ് പലരും ഇന്ന് നിശബ്ദം നോക്കി നിൽക്കുന്നത്.